പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച നമ്മുടെ ധീര വനിതയാണ് സൈന്യത്തിലെ സോഫിയ ഖുറേഷി. സോഫിയ ഖുറേഷിയെക്കുറിച്ച് ആര് എന്ത് മോശം പറഞ്ഞാലും അവരെ എതിർക്കുന്ന നിലപാട് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ഉള്ളത്. സോഫിയ ഖുറേഷി എന്ന് പറയുന്ന പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത മറുപടി നൽകിയ പെൺപുലിയെ അപമാനിച്ച് രംഗത്തെത്തിയത് മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായാണ്. ഇപ്പോഴിതാ ഈ വിജയ് ഷായ്ക്ക് കനത്ത തിരിച്ചടി കിട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. BJP ഭരണകൂടവും വിജയ് ഷായെ സംരക്ഷിക്കില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള വാദം കേൾക്കുകയുണ്ടായി. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഹൈക്കോടതി ജസ്റ്റിസ് അതുൽ ശ്രീധർ, ജസ്റ്റിസ് അനുരാധ ശുക്ല എന്നിവരടങ്ങിയ ബെഞ്ചാണ് സ്വമേധയാ ഹർജി പരിഗണിച്ചത്. അഡ്വക്കേറ്റ് ജനറലാണ് FIR റിപ്പോർട്ട് അവതരിപ്പിച്ചത്. എന്നാൽ FIRന്റെ കരടിൽ ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിക്കുക മാത്രമല്ല കടുത്ത വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്യാൻ എടുത്ത സമയത്തെയാണ് ഹൈക്കോടതി ആദ്യം ചോദ്യം ചെയ്തത്. FIR രജിസ്റ്റർ ചെയ്യാൻ 4 മണിക്കൂറിനുള്ളിൽ ഉത്തരവ് നൽകിയപ്പോൾ എന്തുകൊണ്ടാണ് 8 മണിക്കൂർ എടുത്തത് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ആദ്യത്തെ ചോദ്യം. FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് പോലീസ് പരാമർശിച്ചത് പരിഹാസ്യമാണെന്ന് തോന്നുന്നെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇതൊരു കൊലപാതക കേസോ അന്ധമായ മറ്റൊരു കേസോ അല്ല. പോലീസ് എന്താണ് നിങ്ങൾ ഇതിൽ അന്വേഷിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചു. മന്ത്രിയുടെ പ്രസ്താവന ഒരു തുറന്ന വേദിയിലാണ് നടത്തിയിരിക്കുന്നത്. പക്ക തെളിവുകൾ ഇതിനുണ്ട്. അതായത് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന നമ്മുടെ സൈന്യത്തിലെ ധീര വനിത ഭീകരരുടെ കളിത്തോടിയാണ് എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു തുറന്ന വേദിയിലാണ് ഇത് നടത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇതിൽ അന്വേഷിക്കുന്നത് എന്നാണ് ഹൈക്കോടതി കൃത്യമായി ചോദിച്ചിരിക്കുന്നത്. ആ ഗുരുതരമായിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെ എതിർപ്പുകൾ നിലവിലുണ്ടെന്ന് ഹൈക്കോടതി പറയുന്നു. FIRന്റെ കരടും ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചു. പ്രതിയുടെ പ്രവർത്തികളെ കുറിച്ച് പരാമർശിക്കാത്ത വിധത്തിലാണ് FIR തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു FIRനെ ചോദ്യം ചെയ്താൽ അത് എളുപ്പത്തിൽ റദ്ദാക്കാം എന്നാണ് കൃത്യമായി ഇപ്പോൾ കോടതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. FIR ഹൈക്കോടതിയുടെ വിശ്വാസ്യതയ്ക്കൊപ്പം നിൽക്കുന്നില്ലെന്ന് ബെഞ്ച് പറഞ്ഞു. FIR ഭേദഗതി ചെയ്യാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടു. FIRും അന്വേഷണവും യാതൊരു ഇടപെടലോ സമ്മർദ്ദമോ ഇല്ലാതെ മുന്നോട്ട് പോകണം. മന്ത്രി വിജയ് ഷായുടെ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി വേനൽക്കാല അവധിക്ക് ശേഷം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേസ് MP MLA കോടതിയിലേക്ക് മാറ്റുമെന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. FIRനെ കുറിച്ചുള്ള ഹൈക്കോടതി അഭിപ്രായത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് വൈകുന്നേരത്തോടെ ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചതിനു ശേഷം നിർദ്ദേശങ്ങൾക്കനുസരിച്ച് FIRൽ മാറ്റം വരുത്തുമെന്ന് റൂറൽ DIG നിമിഷ് അഗർവാൾ പറഞ്ഞത്. നിലവിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നോട്ടീസ് കിട്ടിയ ശേഷം ജാമ്യം നൽകുകയോ വിട്ടയക്കുകയോ ചെയ്യാം. എന്നാൽ ഇതെന്ത് FIR വളരെ ദുർബലമായിട്ടുള്ള FIR എന്ന് കോടതി പറഞ്ഞു. കേസിന്റെ അന്വേഷണത്തിന് ശേഷം ചലാൻ മാൻപൂർ പോലീസ് സ്റ്റേഷനിലെ കോടതിയിൽ ഹാജരാക്കും. മാൻപൂർ കോടതി കേസ് MP MLA കോടതിയിലേക്ക് മാറ്റുമെന്ന് പറയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.